ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട RVNL 400 രൂപ ക്രോസ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ലിറ്റിൽ ബിറ്റ് ഹയർ വാല്യുവേഷൻ ആണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ വാല്യുവേഷൻ നോക്കുക, അതിൻ്റെ പി റേഷ്യോ EPS ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പിനെക്കാട്ടും ഓവർ വാല്യുവേഷനിൽ കൂടുതൽ PEയിലാണ് ഈ സ്റ്റോക്ക് കിടക്കുന്നത്. എന്നിരുന്നാലും യാതൊരു വിധത്തിലുള്ള ഒരു കറക്ഷനും സാധ്യത ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. നെഗറ്റീവ് മാർക്കറ്റിൽ വരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് 410-415 ലെവലിൽ RVNL കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് RVNL ഇപ്പോൾ എന്ത് ചെയ്യണം, ഒരു വീഡിയോ ഇടണമെന്ന് പറയുന്നുണ്ട്. അതിന് ബേസിലും അതിന് പുറമെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതൊരു കാര്യം കൂടെ, എനിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നിയൊരു കാര്യം കൂടെ പങ്കുവെക്കാം. ഏത് റേറ്റിൽ കൊടുക്കണമെന്ന് ചോദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഏത് റേറ്റിൽ സെല് ചെയ്യണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊരു സ്റ്റോക്ക് അനലിസ്റ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റോക്കിനെ അനാലിസിസ് ചെയ്തിട്ട് ഒരു ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കാണോ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ടാർഗറ്റ് പറയാനേ സാധിക്കുള്ളൂ. അത് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയ്ക്ക് അതിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും എല്ലാം അതിനുണ്ടാവും. ഇതൊക്കെ ഫേസ് ചെയ്ത് എന്നിരുന്നാലും ഒരു കമ്പനിക്ക് ബേസിക്കലി ഫണ്ടമെൻ്റൽസ് ഉണ്ടെങ്കിൽ, അവരെ ഓർഡർ പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ, എക്സിക്യൂഷൻ പവർ ഉണ്ടെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ, ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ആണെങ്കിൽ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ഫണ്ടമെൻ്റൽ ഗുഡ് സ്റ്റോക്കെ സംബന്ധിച്ചോളം. ഇതെല്ലാം വരാണെങ്കിൽ 100% നമുക്ക് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് ഒരു ഇൻകം 30-40 അല്ലെങ്കിൽ 50-60 അല്ലെങ്കിൽ 100% റിട്ടേൺ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം RVNL 460 ലെവലിന് 1000 റുപ്പീസിൽ പോകുന്നത് 100% ഉറപ്പാണ്. 1000 റുപ്പീസ് പോയിരിക്കും. പക്ഷേ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ അത് കറക്ഷൻ ആവുക 417 ആയിരിക്കാം, ഇപ്പോൾ 520 ആയിരിക്കാം, 560 ആയിരിക്കാം, ചിലപ്പോൾ വീണ്ടും താഴോട്ട് വന്ന് 460 കൺസോൾട്ട് ചെയ്തേക്കാം. സംടൈംസ് 416 തന്നെ ചിലപ്പോൾ കറക്ഷൻ വന്നിട്ട് 360-350 വന്നിട്ട് കൺസോൾട്ട് ചെയ്തേക്കാം. പക്ഷേ വിത്തിൻ 1 ഇയർ നിങ്ങൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് 100 അല്ല 150%, അതായത് 400 ലെവലിൽ 1000 റുപ്പീസ് എന്തായാലും ആവും. ഇങ്ങനെ ഒരു കമ്പനി വാല്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻ ബിറ്റ്വീൻസുള്ള കയറ്റിറക്കങ്ങൾ വേണമെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ വ്യക്തി താഴത്ത് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഷെയർസ് കൂട്ടി വാങ്ങാൻ സാധിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ ഒരു പ്രത്യേകത. RVNL ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഓൾറെഡി പറഞ്ഞ് അതിൻ്റെ പി റേഷ്യോ ഒക്കെ വളരെ കുറച്ച് കൂടുതലാണ്. 30 രൂപയിൽ കിടക്കുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്റ്റോക്കായിരുന്നു RVNL. ഈ ഒരു 460 ലെവലിൽ നിൽക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ 30 രൂപയിൽ കിടക്കുന്ന അത്ര ഒരു വാല്യുവേഷൻസ് ഇല്ല. നമ്മൾ നമ്മൾ സാധാരണഗതിയിൽ നോക്കുക പി റേഷ്യോ, EPS, ബുക്ക് വാല്യൂ, ഫേസ് വാല്യൂസ് ഇതൊക്കെയാണെങ്കിലും മിനിമം ആയിട്ട് നോക്കുന്ന സംഗതികൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ല. പക്ഷേ RVNL പ്രത്യേകതകൾ ഞാൻ അന്നും ഇന്നും പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾ RVNL റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കായി കാണണ്ട. പേര് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണെങ്കിലും RVNL ഒരു IRFC മാതിരിയോ IRCTC മാതിരിയോ ഇർക്കോൺ മാതിരിയോ റെയിൽടെൽ മാതിരിയോ കമ്പനിയല്ല. റെയിൽവേ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ വരെ സ്റ്റിൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനിയാണ് ഈ എല്ലാ സ്റ്റോക്കും. ഇവിടുന്ന് 3 വർഷത്തേക്ക് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ വമ്പിച്ച ഡെവലപ്പ് വരാൻ പോകും. അതിന് ബേസ് എല്ലാ സ്റ്റോക്കും ബെറ്റ് ചെയ്യുക. ഇർക്കോൺ ആണെങ്കിൽ, RVNL ആണെങ്കിൽ, റെയിൽടെൽ ആണെങ്കിൽ ഒക്കെ ബെറ്റ് ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞാലും വളരെയധികം പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. ഞാൻ അന്ന് മുതലേ പറഞ്ഞുകൊടുക്കുന്നൊരു കാര്യം, ഇപ്പം വേറെ എല്ലാ സ്റ്റോക്കും ഇതിന് മുന്നിൽ കയറി പോകണ കണ്ടേക്കാം. പക്ഷേ ഫണ്ടമെൻ്റൽ വൈസ് ഏറ്റവും നല്ല സ്റ്റോക്ക് RVNL തന്നെയാണ്. ഇന്നും ഞാൻ പറയുന്നത് അതിന് കിട്ടുന്ന ഓർഡേഴ്സ് ഇന്ത്യയിലുള്ള ഓർഡറല്ല, എബ്രോഡ് ഓർഡേഴ്സ് കിട്ടുന്നില്ല. എബ്രോഡിലുള്ള വേറെ രാജ്യങ്ങൾ ഈ RVNL ഓർഡേഴ്സ് ഏൽപ്പിക്കുകയാണ്. കാരണം എന്താണ്, അവരെ എക്സിക്യൂഷണൽ പവറും കാരണമാണത്. അത്രയും വലിയ ഒരു കമ്പനിയാണ് RVNL ആക്ച്വലി. ഇന്ന് 2 കാരണമാണ്. ഒന്ന്, വീഡിയോസ് ഇടാൻ വേണ്ടി പറയുന്നൊരു മെമ്പേഴ്സ് ഒരുപാട് കൺഫ്യൂഷനാണ് ഇപ്പോൾ സ്റ്റോക്ക് വിൽക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ. രണ്ടാമത് RVNL സംബന്ധിച്ചിടത്തോളം കിട്ടിയൊരു ഉഗ്രൻ അടിപൊളി ഒരു ന്യൂസ് ഫ്രൈഡേ കിട്ടിയ ന്യൂസ്.
ഫ്രൈഡേ കിട്ടിയ ഒരു ന്യൂസിൽ പ്രകാരം എനിക്ക് വളരെ അട്രാക്റ്റീവ് തോന്നി ഒരു കാര്യം. കമ്പനി ദുബായിൽ ഒരു സബ്സിഡറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മിഡിൽ ഈസ്റ്റ് RVNL മിഡിൽ ഈസ്റ്റ് കോൺട്രാക്റ്റിംഗ് LLC എന്ന പേര് ദുബായിൽ ആണ് ഇവർ ഇത് ഒരു സബ്സിഡറി കമ്പനി RVNL ഫോം ചെയ്തത്. ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിയാൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം. അവർക്ക് അബ്രോഡിൽ നിന്ന് കിട്ടുന്ന ഓർഡർ അത്രയും കൂടുതൽ വലുതാണ്. അവർ അവിടെ സെറ്റ് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു സബ്സിഡറി ഫോം ചെയ്തത്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഇനി ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞാലേക്ക് വരാം. പക്ഷേ നമ്മുടെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ് നിനക്ക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്താൽ കിട്ടാവുന്ന ലാഭം ഡബിളിൻ്റെ മേലെ ആയിരിക്കാം. ഇതൊന്നും ചിലപ്പോൾ ബോണസ് തന്നേക്കാം, ഡിവിഡൻഡ് തരാൻ ഒക്കെ സാധ്യതയുള്ളൊരു കമ്പനിയാണ് RVNL. ഈ ന്യൂസ് എനിക്ക് വളരെ അട്രാക്റ്റീവ് തോന്നി. ഇതിന് പുറമേ ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് കിട്ടിയോണ്ട് നിൽക്കുകയാണ്. ഈ ഓർഡേഴ്സിന് വലിയ സൈസിൽ ഓർഡേഴ്സ് കിട്ടിയോണ്ട് നിൽക്കുകയാണ്. ഇപ്പം വെള്ളിയാഴ്ചന് 72 കോടിന് ഓർഡർ കിട്ടി, വ്യാഴാഴ്ച 156 കോടിന് ഓർഡർ സൗത്ത് റെയിൽവേന് കിട്ടി, 72 കോടിന് ഓർഡർ കിട്ടിയ നോർത്ത് സെൻട്രൽ റെയിൽവേനാണ്. പിന്നെ വേറെ ഫേവറബിൾ ന്യൂസ്, ബംഗ്ലാദേശ് ആയിട്ട് ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ബംഗ്ലാദേശിന് ഒരുപാട് ഓർഡേഴ്സ് റെയിൽവേ സെക്ടർ വരാൻ സാധ്യതകളുണ്ട്. പിന്നെ ബുള്ളറ്റ് ട്രെയിൻസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് 5 years ബുള്ളറ്റ് ട്രെയിൻസ്, ഒരുപാട് ബുള്ളറ്റ് ട്രെയിൻസ് ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ റെയിൽവേ സെക്ടർ തന്നെ വളരെ ബുള്ളിഷാണ്. ഇതിന് പുറമെ RVNL റെയിൽവേ സെക്ടറിലുണ്ട്, എഞ്ചിനീയറിംഗ് സെക്ടറിലുള്ളൊരു കമ്പനിയാണ്. നെക്സ്റ്റ് LNT എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ പക്കയായിട്ട് നെക്സ്റ്റ് LNT തന്നെ ആവാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ 416 ലെവൽ കൊടുക്കണമെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏതോ റെസിസ്റ്റൻസ് 430 ആ ലെവലൊക്കെ ഉണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 460-ലേക്കോ 470-ലേക്കോ 520-ലേക്കോ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് താഴോട്ട് വരികയാണെങ്കിൽ താഴോട്ട് വരാം. പക്ഷേ ഒരു ലോങ് ടേം വ്യൂവിൽ 1000 രൂപ പോകാൻ സാധ്യതയുള്ള കമ്പനി, ഇന്ത്യയിലെ റെസ്പെക്റ്റഡ് കമ്പനീസ് ആയിരിക്കും. നമ്മുടെ ഒരുപാട് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും റിലയൻസ് ഹോൾഡ് ചെയ്യുക, LNT ഹോൾഡ് ചെയ്യുക, SBI ഹോൾഡ് ചെയ്യുക, ടാറ്റ മോട്ടോഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കമ്പനീസ് നമ്മൾ ഹോൾഡ് ചെയ്യുക. അതേപോലെ ഒരു പ്രസ്റ്റീജിയസ് കമ്പനിയാണ് RVNL. ഓക്കെ, പിന്നെ RVNL പറ്റി ഒരുപാട് വാല്യൂഷൻ PE റേഷ്യോ EPS പറഞ്ഞു, അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു 30 മേലെ വീഡിയോ RVNL മാത്രം ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ റേറ്റ് 416.60 പൈസയാണ്. ഇയർ ഹൈ 431.80 ആണ്. റീസെൻ്റ്ലി പോയതാണ്. ഇപ്പോൾ ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഇയർ ഹൈ ക്രോസ് ചെയ്ത് ഇയർ 440, 460, 470 വരെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പ്രതീക്ഷിക്കാം. PE റേഷ്യോ ഓൾറെഡി പറഞ്ഞ് കുറച്ച് ഹയർ വാല്യൂഷനാണ് PE റേഷ്യോ ഉള്ളത്. 42.57 ആണ് ഇൻഡസ്ട്രിയൽ PE. ഇപ്പോഴത്തെ RVNL PE റേഷ്യോ 55.18 ആണ്. EPS 7 ഉണ്ട്, 11% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ്. ഹൈ പെട്രോസ്റ്റിക് സ്കോർ 9. റവന്യൂ ഗ്രോത്തും EPS ഗ്രോത്തും നെറ്റ് പ്രോഫിറ്റും എല്ലാം കമ്പയർ നോക്കുകയാണെങ്കിൽ 9 ഹൈ പെട്രോസ്റ്റിക് സ്കോറുകൾ വളരെ കുറച്ച് കമ്പനീസ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. പെട്രോസ്റ്റിക് സ്കോറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ RVNL ഇപ്പോൾ ഷോർട്ട് ടേമിലേക്ക് വിൽക്കണമെന്ന് ചോദിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടുള്ളത്. അപ്പം അത് ഓരോ ആൾക്കാരെ താല്പര്യം കാണാൻ വിറ്റ് കഴിഞ്ഞാൽ താഴ്ന്ന ഉടനെ വാങ്ങുകയാണെങ്കിൽ കൂടുതൽ സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ചില സമയത്ത് താഴോട്ട് വരുന്ന എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ച് നന്നായിട്ട് കൊണ്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഷെയർ നമുക്ക് ലോസ് ആവും. അതുകൊണ്ട് കൺവിക്ഷണൽ സ്റ്റോക്സ് ആണ് RVNL എങ്കിൽ, നിങ്ങളെ പ്രിയപ്പെട്ട സ്റ്റോക്കാണെങ്കിൽ RVNL എങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം വിൽക്കലും വാങ്ങലും നടക്കുക. ഭാവിയിൽ എന്തായാലും 1000 രൂപ ആവും. ഇത് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ദുബായിലെ വർക്ക് അവർ കിട്ടുന്നത് ഒരു കമ്പനീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഓർഡർ കിട്ടുന്നത് മാത്രമല്ല. ഇപ്പോൾ അവർക്ക് 1 lakh crores ഓർഡർ ഉണ്ട്, പക്ഷേ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. എക്സിക്യൂട്ട് ചെയ്യാൻ ചില കമ്പനീസ് പൈസ ഉണ്ടാവില്ല. ഇപ്പോൾ കോൺട്രാക്ട് എടുക്കുന്ന മാതിരി ഗവൺമെൻറ് കോൺട്രാക്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 years 4 years ഒക്കെ പൈസ കിട്ടാം. അതുവരെ റോൾ ചെയ്യാനുള്ള പൈസ വേണം. അഥവാ കട എടുത്താൽ തന്നെ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അടച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു മാനേജ്മെൻറ്റ് ആയിരിക്കണം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അതിന് പുഞ്ചലോയിലുള്ള കമ്പനിക്ക് പൊട്ടാൻ കാരണം അതന്നെ. ഓർഡർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഓർഡർ എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റില്ല. ഫണ്ട് ഷോർട്ടേജ് വന്ന് കട എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല, ബാഡപ്സ് വന്ന്. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഈ കമ്പനിക്ക് ഇല്ലാന്ന് താനും 1 lakh crore ഓർഡർ ഓൾറെഡി അവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അതിന് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് മോർ ഓർഡേഴ്സ് കിട്ടുന്നതാണ്. അത്രയും ബുള്ളിഷാണ് കമ്പനി മാനേജ്മെൻറ്റ്. അവർ ഓർഡർ എക്സിക്യൂട്ട് പറയും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് റിക്രൂട്ട് ചെയ്ത് ഒരുപാട് ബിടെക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, അവരെ വർക്കിംഗ് ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഷോർട്ട് ടേം ആയി തന്നെ 475-520 പോവാം. പിന്നെ കർഷകൻ വന്ന് കൺസോൾട്ട് ചെയ്താലും എന്തൊക്കെ ആയാലും ഒരു 1.5 yearsനുള്ളിൽ 1000 rupees ടാർഗറ്റ് നമുക്ക് എല്ലാവർക്കും RVNL പ്രതീക്ഷിക്കാം. 30 രൂപ മുതൽ എൻ്റെ റെക്കമെൻഡേഷൻ കേട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എൻ്റെ ഒരു വിശ്വാസം മേലെ മാത്രം ആർവിയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. സോ ആസ് യൂഷ്വൽ ഇതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഞാനൊരു സിബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പഠിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസ് ചോദിച്ചിട്ടോ മാത്രം ഈ സ്റ്റോക്ക് വാങ്ങുക, ഹോൾഡ് ചെയ്യുക. പുതുതായിട്ട് ഏതെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.